ജനവാസ മേഖലകളിൽ സ്ഥിരം സാന്നിധ്യമായ പിടിയാനയുടെ ആരോഗ്യസ്ഥിതി മോശമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒടുവിൽ സ്ഥിരീകരിച്ചു. ആനയുടെ വായിലാണ് പ്രശ്നമുള്ളത്. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ നിർദ്ദേശം വന്നതിന് പിന്നാലെയാണ് ഇക്കാര്യം ഉദ്യോഗസ്ഥർ മന്ത്രിയെ അറിയിച്ചത്. ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആദ്യം മുതൽ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയപ്പോഴും ഉദ്യോഗസ്ഥർ തള്ളിക്കളയുകയായിരുന്നു. രോഗാവസ്ഥയിലാണെന്ന് സ്ഥിരീകരിച്ചാൽ ഉണ്ടാകുന്ന സങ്കീർണ നടപടികളിൽ നിന്ന് തലയൂരുകയായിരുന്നു ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. ജനവാസ മേഖലകളിൽ സ്ഥിരം സാന്നിധ്യമായ ആദ്യ നാളുകളിൽ തന്നെ പിടിയാന രോഗാവസ്ഥയിലാണെന്ന് സംശയിച്ചിരുന്നു. തീറ്റയെടുക്കുന്നതിൻ്റെയും സഞ്ചരിക്കുന്നതിൻ്റെയുമെല്ലാം രീതി നിരീക്ഷിച്ച നാട്ടുകാർ ഇക്കാര്യം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. GTV ന്യൂസും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആനയുടെ വായിൽ പരിക്കോ രോഗമോ മൂലം വ്രണമോ മറ്റ് പ്രശ്നമോ ഉണ്ടെന്നായിരുന്നു സംശയിച്ചിരുന്നത്. സാധാരണ രീതിയിൽ തീറ്റയെടുക്കാനും ചവച്ചിറക്കാനും ആനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. രാത്രിയും പകലും നാട്ടിൽ തുടരാനുള്ള കാരണവും ഇതാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം തള്ളിക്കളയുകയായിരുന്നു. ആന പൂർണ്ണ ആരോഗ്യവതിയാണെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഇപ്പോൾ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ നിർദ്ദേശമുണ്ടായതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ നിലപാട് മാറ്റുകയായിരുന്നു. ആനയ്ക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അവർ വകുപ്പ് മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ആനയെ മയക്കിയ ശേഷം പരിശോധന നടത്തിയാൽ മാത്രമേ ഏതു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമാണ് ഉള്ളതെന്ന് അറിയാൻ കഴിയൂ എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആനയ്ക്ക് രോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ തുടർന്ന് സ്വീകരിക്കേണ്ട സങ്കീർണ നടപടികളിൽ നിന്ന് തലയൂരാനായിരുന്നു നേരത്തെ ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. ആനയുടെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് എല്ലാ ദിവസവും പുഴ കടത്തിവിടുകയോ പ്ലാന്റേഷനിലേക്ക് കടത്തിവിടുകയോ ചെയ്തിരുന്നത്. മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ ആനയുടെ രോഗാവസ്ഥ സ്ഥിരീകരിക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാവുകയായിരുന്നു. GTV ന്യൂസ്, പിണ്ടിമന.